ESG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡിൻ്റെ 25ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ 19ാമത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്ത ഇൻഷുറൻസിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ 19ാമത്തെ സെഷനും കൂടെ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഈ വീഡിയോ നോക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇൻഷുറൻസിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദ നേച്ചർ ഓഫ് റിസ്ക് കവേർഡ്, ഇൻഷുറൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. അതായത് റിസ്ക് ആണല്ലോ കവർ ചെയ്യുന്നത് ഇൻഷുറൻസ് വഴി. ആ റിസ്കിൻ്റെ നേച്ചർ അനുസരിച്ച്, സ്വഭാവം അനുസരിച്ച് ഇൻഷുറൻസിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലൈഫ് ഇൻഷുറൻസും മറ്റൊന്ന് ജനറൽ ഇൻഷുറൻസ്. ഈ രണ്ട് തരം ഇൻഷുറൻസുകളാണ് ബ്രോഡായിട്ട് നിലവിലുള്ളത്. അതിൽ ലൈഫ് ഇൻഷുറൻസിനെ നമ്മൾ മാത്രം എടുക്കുകയാണെങ്കിൽ, ലൈഫ് ഇൻഷുറൻസ് ഈസ് ദ, അല്ലെങ്കിൽ ഇൻ ലൈഫ് ഇൻഷുറൻസ് ദ ഇൻഷുറർ, എപ്പോഴും ഇൻഷുറർ എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരിക്കും. ആ ഇൻഷുറർ അണ്ടർടേക്സ് ടു പേ എ സ്പെസിഫൈഡ് സം ഓഫ് മണി ഓൺ ദ എക്സ്പയറി ഓഫ് എ സർട്ടൻ പീരീഡ് or on the death of the insured, whichever is earlier എന്ന്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനി ഇൻഷുർ ചെയ്ത ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ അയാൾ നിർഭാഗ്യകരമായി മരണപ്പെടുകയോ ഏതാണോ ആദ്യം വരുന്നത്, അപ്പോൾ ഇൻഷുർ ചെയ്ത എമൗണ്ട്, അതായത് സ്പെസിഫൈഡ് എമൗണ്ട് കൊടുക്കാമെന്ന് ഏൽക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫാണ്. മനുഷ്യൻ്റെ ജീവനെയാണ് ഇൻഷുർ ചെയ്യുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഓർ ലൈഫ് അഷുറൻസ് ഈസ് എ കോൺട്രാക്ട് വെയർബൈ ദ ഇൻഷുറർ, ഇൻ കൺസിഡറേഷൻ ഓഫ് എ പ്രീമിയം, undertakes to pay the assured or his dependents a specified sum of money on the expiry of certain period or on the death of the assured, whichever is earlier എന്നും പറയാം. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു അണ്ടർടേക്കണാണ്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റാണ്. ഒരു പാർട്ടി പ്രീമിയം കറക്റ്റായിട്ട് അടച്ചുകൊള്ളാമെന്ന് സമ്മതിക്കുന്നു, മറ്റൊരു പാർട്ടിയായ ഇൻഷുറർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആ റിസ്ക് ഏറ്റെടുത്തു കൊള്ളാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ സമ്മതിച്ചുകൊണ്ട് കരാറിൽ ഏർപ്പെട്ടാൽ അത് ഇൻഷുറൻസ് ആവും. ഇവിടെ പ്രത്യേകിച്ച് ലൈഫ് ആയതുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ് ആവും. നമ്മൾ സാധാരണ പറയും പോലെ മനുഷ്യൻ്റെ ജീവിതത്തിലും റിസ്ക് ഉണ്ട്. ഇവിടെ രണ്ട് തരത്തിലുള്ള റിസ്ക്കാണ് കൺസിഡർ ചെയ്യുക. അതായത് ഒരു കുടുംബത്തിലെ ഏണിംഗ് മെമ്പർ, ആ മെമ്പറിൻ്റെ അഭാവത്തിൽ ആ കുടുംബത്തിൽ ബാക്കി അല്ലെങ്കിൽ അങ്ങനെ പിന്നീടുള്ള എക്സ്പെൻഡിച്ചർ എങ്ങനെ അല്ലെങ്കിൽ ആര് വഹിക്കും എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തത്, ഈ മെമ്പർ വെരി ലോങ് ടൈം ജീവിക്കുകയാണെങ്കിൽ ഒരു സമയമാകുമ്പോൾ വരുമാനം നിൽക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചിലവുകൾ വഹിക്കാൻ കഴിയാതെ വരുന്ന റിസ്ക്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള റിസ്ക്. ഒരാൾ എന്താ പറയുക, ആക്സിഡൻ്റലായിട്ട് മരണപ്പെടുക, അതല്ലെങ്കിൽ ആ ഏണിംഗ് മെമ്പർ കൂടുതൽക്കാലം ജീവിക്കുമ്പോൾ കുറേ കഴിയുമ്പോഴേക്കും ഏണിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാവും. അപ്പോൾ പിന്നെ അങ്ങനെ ജീവിച്ചു പോകുന്ന ചിലവുകൾ എങ്ങനെ വഹിക്കും? ഈ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള റിസ്ക് ആണുള്ളത്. ഈ രണ്ട് തരത്തിലുള്ള റിസ്ക്കും അല്ലെങ്കിൽ ഈ രണ്ട് തരത്തിലുള്ള റിസ്ക്കിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ മോണോപോളി ശരിക്കും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ LIC ആയിരുന്നു. എന്നാൽ 2000 സെൻട്രൽ ഗവൺമെൻറ് IRDA അല്ലെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്റർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കുന്നത് വരെ ലൈഫ് ഇൻഷുറൻസിൻ്റെ കുത്തക ഈ LICക്കായിരുന്നു. എന്നാൽ അതിനുശേഷം ഇത് സ്വകാര്യവൽക്കരിച്ചപ്പോൾ പല സ്വകാര്യ കമ്പനികളും ഈ രംഗത്തേക്ക് വരികയും അവരും ഇൻഷുറൻസ് വിൽക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് അനുവാദത്തോടു കൂടി പല കമ്പനികൾ ലൈഫ് ഇൻഷുറൻസ് പ്രോപ്പർ, ഡിസബിലിറ്റി ഇൻഷുറൻസ്, ആന്വിറ്റീസ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ ഇൻഷുറൻസ് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി ഈ ഇൻഷുറർ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് സമ്മതിക്കുന്നത്
ഒരു കൺസിഡറേഷൻ്റെ പേരിലാണല്ലോ, അല്ലെങ്കിൽ കൺസിഡറേഷൻ്റെ ബലത്തിലാണല്ലോ. ആ കൺസിഡറേഷനെ വിളിക്കുന്ന പേരാണല്ലോ പ്രീമിയം. അപ്പോൾ ഈ പ്രീമിയമിൻ്റെ കാൽക്കുലേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് 2 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിലാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് മോർട്ടാലിറ്റിയും മറ്റൊന്ന് മോർബിഡിറ്റി. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്തും, മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇൽനെസ്സിൻ്റെ ബേസിലാണ്. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ ബേസിലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു പോപ്പുലേഷൻ അറ്റ് ലാർജ് ഇതിൻ്റെ ആവറേജ് എടുത്തുകൊണ്ട് നടത്തപ്പെടുന്നതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന പ്രീമിയം ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ച് മാറാം. അത് എന്തായാലും റിസ്ക് കവർ ചെയ്യാൻ അത്രയും പര്യാപ്തമായ ഒരു പ്രീമിയം ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ചില അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ പ്രീമിയത്തിലൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാരണം അതാണ് ഒന്ന് ആ ആളുടെ മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ ജനറലായിട്ട് നോക്കണം. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ മോർബിഡിറ്റി, അത് ഇൽനെസ്, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം പ്രീമിയത്തിൽ പലരിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻഷുററും ഇൻഷുവേർഡും ഇവർ തമ്മിൽ ഉള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി ഇറക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണല്ലോ, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് പോളിസി എന്ന് പറയുന്നത്. ഈ പോളിസി ഈസ് ഇഷ്യൂഡ് ടു ദ പ്രോസ്പർ ആഫ്റ്റർ ആക്സെപ്റ്റിംഗ് ദ പ്രപ്പോസൽ ഫോം ഡ്യൂലി ഫിൽഡ് ഇൻ ആൻഡ് സൈൻഡ് ബൈ ഹിം ഓർ ഹർ. അതൊരു പ്രപ്പോസറാണ് പ്രപ്പോസൽ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് പ്രീമിയവും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പനി അണ്ടർ റൈറ്റിംഗ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോളിസി ഇഷ്യൂ ചെയ്യുന്നത് സാധാരണ 2 തരത്തിലുള്ള പോളിസികളാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിരുന്ന പോളിസികൾ ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ളത്. ഒന്ന് ഹോൾ ലൈഫ് പോളിസി, മറ്റൊന്ന് എൻഡോമെൻ്റ് പോളിസി. ഈ 2 പോളിസികളുടെ പ്രത്യേകതകളൊന്ന് പറഞ്ഞു പോവാം. താരതമ്യേന കുറഞ്ഞ പ്രീമിയം പോളിസി ഹോൾഡറുടെ ജീവിതകാലം മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ഒരാളുടെ കാലശേഷം അയാളുടെ ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊള്ളാമെന്ന് എഗ്രി ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന പോളിസിയാണ് ഹോൾ ലൈഫ് പോളിസി. അപ്പോൾ ഇവിടെ ഒരാളുടെ ജീവിതകാലം മുഴുവൻ റൺ ചെയ്യുന്ന പോളിസിയാണിത്. അദ്ദേഹത്തിൻ്റെ ജീവിത സ്പാനിൽ, ലൈഫ് സ്പാനിൽ ആ എമൗണ്ട് കിട്ടില്ല. അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അബദ്ധവശാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിർഭാഗ്യവശാൽ ഉണ്ടാകുന്ന അഭാവത്തിൽ ഈ പറയുന്ന നോമിനീസിന് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിന് ആ പൈസ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. എന്നാൽ ഒരു നിശ്ചിത പീരീഡ് ഫിക്സ് ചെയ്തുകൊണ്ട് ആ പീരീഡ് വരെ പ്രീമിയം അടച്ചാൽ മതി, അല്ലെങ്കിൽ പ്രീമിയം സ്വീകരിച്ചുകൊണ്ട് ആ പീരീഡിനകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രൊട്ടക്ഷൻ നൽകാമെന്നേറ്റ് ഇഷ്യൂ ചെയ്യുന്ന പോളിസിയാണ് രണ്ടാമത് പറഞ്ഞ എൻഡോമെൻ്റ് പോളിസി. ഇവിടെ കാലാവധി കഴിയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കാലാവധിക്ക് അകത്ത് വെച്ച് നിർഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ കാലാവധി കഴിഞ്ഞ് ഇൻഷുർ ചെയ്ത എമൗണ്ടും ബോണസും ഈ ഇൻഷുറേഡിന് തിരിച്ചു കൊടുക്കും. എന്നാൽ ഈ പറഞ്ഞ പോലെ കാലാവധിക്ക് മുമ്പ് ഇൻഷുവേർഡിന് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുർ ചെയ്ത തുകയും അതുവരെയുള്ള ബോണസും ഡിപ്പെൻഡൻസിന് നൽകും. ഇവിടെ പിന്നീട് പ്രീമിയമായി അടയ്ക്കേണ്ട, അതാണ് ഇൻഷുറൻസ്. അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഈ നോമിനേഷൻ എന്ന് പറയുന്നത്, നോമിനി വയ്ക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ആരുടെ പേരാണോ ആ ഫോമിൽ നോമിനിയായിട്ട് വച്ചിരിക്കുന്നത് ആ ആൾക്ക് മാത്രമേ ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ ഈ 2 തരത്തിലുള്ള പോളിസികൾ പറഞ്ഞത് കൂടാതെ ഓരോരോ കാലയളവിൽ പല പല പേരുകളിൽ LIC പോളിസികൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇവയിൽ ചില പേരുകളൊന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കാം. അതായത് ജീവൻ മിത്ര, ജീവൻ ശാന്തി, മണി ബാക്ക് പോളിസീസ്, ജീവൻ കിഷോർ, ജീവൻ അക്ഷയ്, ജീവൻ ഉമംഗ്.
ഇവയെല്ലാം പ്രധാനപ്പെട്ട പല പല സ്പെസിഫിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പല പല രീതിയിൽ പല പല ഉദ്ദേശത്തോടു കൂടി ഇഷ്യൂ ചെയ്യുന്ന പോളിസികളാണ്. പ്രൈവറ്റ് കമ്പനികളും ഇതുപോലെ തന്നെ പലതരത്തിലുള്ള പോളിസികൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയാണ് ഈ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് ജനറലായിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇനി ജനറൽ ഇൻഷുറൻസ് പറയുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൽ പെടാത്ത എല്ലാ ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾക്കൊള്ളുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഫയർ ഇൻഷുറൻസ് പറയാൻ പറ്റും, മറൈൻ ഇൻഷുറൻസ് പറയാൻ പറ്റും, മോട്ടോർ ഇൻഷുറൻസ്, ബർഗ്ലറി ഇൻഷുറൻസ്, ക്രോപ്പ് ഇൻഷുറൻസ് എന്നിവയെല്ലാം ഇതിനകത്ത്, അതായത് ജനറൽ ഇൻഷുറൻസിനകത്താണ് ഉൾപ്പെടുന്നത്. ഈ റിസ്ക് ഓഫ് ലോസ് ഓഫ് എ പ്രോപ്പർട്ടി ബൈ ഫയർ ആണ് ഫയർ ഇൻഷുറൻസ് പറയുന്നത്. അപ്പോൾ ഫയർ വഴി പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്തുക എന്നുള്ളതാണ് ഫയർ ഇൻഷുറൻസ് വഴി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ജനറൽ ഇൻഷുറൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് പീരീഡിലേക്ക് മാത്രമുള്ളതായിരിക്കും. അതാണ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസുമായിട്ടുള്ള കമ്പാരിസൺ. ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പീരീഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ്, സാധാരണ ഒരു വർഷത്തേക്കാണ് ഈ ഇൻഷുറൻസ് നൽകുക. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡമിനിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിള് ബാധകമാണ് ജനറൽ ഇൻഷുറൻസിലാണ്, ലൈഫ് ഇൻഷുറൻസിലല്ല, ജനറൽ ഇൻഷുറൻസിൽ. ഈ ഇൻഡമിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്തി കൊടുക്കാൻ കഴിയും, അല്ലാതെ ഇൻഷുറൻസ് വഴി ഒരാളെയും ലാഭമുണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. 19ാമത്തെ സെഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും. ഒരു വർഷത്തേക്ക് മാത്രമാണ് ജനറൽ ഇൻഷുറൻസ് കൊടുക്കുക. അപ്പോൾ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ് അല്ലെങ്കിൽ ഇൻഷുർ ചെയ്തിരിക്കുന്ന സം ഏതാണോ കുറവ്, ഇൻഷുർ ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണോ കുറവ് അതോ ലോസ് ആണോ കുറവ്, ആ കുറവ് എമൗണ്ട് ആണ് പരിഹരിക്കുക. ഇനി ഇതിനകത്ത് ജനറൽ ഇൻഷുറൻസിനകത്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇൻഷുറൻസ് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് കാണാൻ കഴിയുന്ന ഇൻഷുറൻസ് ആണ് മോട്ടോർ ഇൻഷുറൻസ്. അപ്പോൾ റിസ്ക് അറൈസിങ് ഡ്യൂ ടു ഡാമേജ് ടു ദ വെഹിക്കിൾ, മോട്ടോർ വെഹിക്കിൾ ആണ് ഇതിനകത്ത് കവർ ചെയ്യുക. അത് പേഴ്സണൽ ഇഞ്ചുറി, ഓണറിൻ്റെ പേഴ്സണൽ ഇഞ്ചുറിയും കൂടെ കവർ ചെയ്യും. ഇതിനകത്ത് നമുക്കറിയാം മോട്ടോർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് ഉള്ളത്, തേർഡ് പാർട്ടി ഇൻഷുറൻസും മറ്റൊന്ന് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസും. തേർഡ് പാർട്ടി എന്ന് പേര് ഞാൻ പറയുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ആരെങ്കിലും അബദ്ധവശാൽ തട്ടിയാൽ ആ തേർഡ് പാർട്ടിക്ക് മാത്രം ഇൻഷുറൻസ് കവർ ചെയ്യുന്നതാണ് തേർഡ് പാർട്ടി. അതേസമയം കോംപ്രിഹെൻസീവ് എടുത്തു കഴിഞ്ഞാൽ ഓടിക്കുന്ന ആളിനും കൂടെ ഇൻഷുറൻസ് കവർ ചെയ്ത് കിട്ടുന്ന പോളിസിയാണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസാണ് മോട്ടോർ ഇൻഷുറൻസിൽ ഉള്ളത്. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസിനകത്താണ് പെടുക. ഇപ്പോൾ കവേഴ്സ് ഹെവി ബേർഡൻ ടു ഫാമിലി മെമ്പേഴ്സ് ഇൻ മീറ്റിംഗ് ലാർജ് മെഡിക്കൽ എക്സ്പെൻസസ് ആണല്ലോ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ ഇത് ഷോൾഡർ ദ കോസ്റ്റ് ഓഫ് ഇൽനെസ് ഓർ ആക്സിഡൻ്റ് ആണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് വഴി ഒരു അസുഖം വന്ന് പെട്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആണ്. ഈ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികളായിട്ടും ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻഷുറൻസ് നേരത്തെ ഉള്ള ഒരു സെഷനിലും പലതരത്തിലുള്ള ഇൻഷുറൻസും ആ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വഴി പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. 19ാമത്തെ സെഷനും കൂടി കണ്ടിട്ട് വേണം ഇത് വാച്ച് ചെയ്യാമെന്നുള്ള റിക്വസ്റ്റ് ഒരിക്കൽ കൂടി വെച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.